ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ SIR കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാൻ 2 ആഴ്ച കൂടി സുപ്രീം കോടതി സമയം അനുവദിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി നിർദ്ദേശം നൽകി. കരട് പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ പേരുവിവരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ കേരളത്തിൽ SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 24 ലക്ഷം പേർ പട്ടികയിൽ നിന്നും പുറത്തായിരുന്നു. 2.71 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്നത്. SIRൽ പേരുവിവരങ്ങളും രേഖകളും ചേർക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. രേഖകൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ എങ്ങനെ പൂർത്തിയാക്കണമെന്ന കാര്യത്തിൽ അജ്ഞത, മാതാപിതാക്കളുടെ പേരുകൾ തമ്മിൽ ചേരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ കേരളത്തിൻ്റെ SIR പട്ടികയിൽ നിന്ന് പുറത്തായ 24 ലക്ഷം പേർക്ക് പട്ടികയിലേക്ക് തിരികെ എത്താനുള്ള അവസരമെന്നോണമാണ് സുപ്രീം കോടതി സമയം നീട്ടി നൽകിയിരിക്കുന്നത്. ഇതുപ്രകാരം കരട് പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ രേഖകൾ സമർപ്പിക്കാനും തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ 25.72 ലക്ഷം വോട്ടർമാരിൽ എത്രത്തോളം പേർ തിരികെ വോട്ടർ പട്ടികയിൽ കയറുമെന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരിക്കും. കടുത്ത മത്സരം നടക്കുന്ന തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം പേർ ഒഴിവാക്കപ്പെട്ടത്. 4,36,857 പേരാണ്. എറണാകുളത്ത് 3,34,962 പേരും, തൃശ്ശൂരിൽ 2,56,842 പേരും, പാലക്കാട് 2,70,070 പേരും, കോഴിക്കോട് 1,94,588 പേരും, മലപ്പുറത്ത് 1,79,673, കോട്ടയത്ത് 1,66,010 വോട്ടർമാരുമാണ് ഒഴിവാക്കപ്പെട്ടത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്രത്തോളം വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. അതിനാലാണ് ഏത് വിധേനയും പരമാവധി പേരെ വോട്ടർ പട്ടികയിൽ തിരിച്ചെത്തിക്കാൻ സർക്കാർ ഹെൽപ്പ് ഡെസ്കുകൾ അടക്കം സൗകര്യങ്ങൾ ഒരുക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് തങ്ങളുടെ എതിർപ്പുകൾ അറിയിക്കാൻ 2 ആഴ്ച കൂടി സാവകാശം സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ ജനുവരി 22-നകം എതിർപ്പുകൾ അറിയിക്കണമെന്നായിരുന്നു അറിയിപ്പ്. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തവരുടെ പേരുകൾ അടങ്ങിയ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ അടക്കം പൊതു ഓഫീസുകൾക്ക് മുന്നിൽ ഇത് പ്രദർശിപ്പിക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവുണ്ട്. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് കമ്മീഷൻ നിശ്ചയിച്ചിരുന്നത്. ഒബ്ജക്ഷനുള്ള സമയപരിധി നീട്ടുന്ന സാഹചര്യത്തിൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരണവും വൈകും. ഈ പട്ടികയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത്. എന്യൂമറേഷൻ ഫോം ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റാത്തതിലൂടെ ഉൾപ്പെടാതെ പോയവർ 71,877, മരിച്ചവർ 6,44,547, അതുപോലെ കണ്ടെത്താൻ സാധിക്കാത്തവർ 7,11,958, സ്ഥിരമായി താമസം മാറിയവർ 8,19,346 പേരും, ഇരട്ടിപ്പ് 1,31,530 പേരും, മറ്റു കാരണങ്ങളാൽ ഉൾപ്പെടാത്തവർ 1,93,631 എന്നിങ്ങനെയാണ് കേരളത്തിൽ പുറത്താക്കപ്പെട്ടവരുടെ കണക്ക്. വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്രയധികം പേരെ ഒഴിവാക്കുന്നതിനെ BJP ഒഴികെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ എതിർക്കുകയാണ്. കൂട്ടത്തോടെ വോട്ടർമാരെ നീക്കം ചെയ്തതിലെ ആശങ്ക ഹർജിക്കാർ അറിയിച്ചു. ഒഴിവാക്കപ്പെട്ടവർക്ക് തർക്കമുന്നയിക്കണം, എന്നാൽ അവരുടെ പേരുകൾ ലഭ്യമല്ല. അവ ലഭിച്ചാൽ മാത്രമേ തർക്കം ഉന്നയിക്കാൻ വോട്ടർമാർക്ക് കഴിയുകയുള്ളൂ. സുതാര്യമില്ലാത്തത് വോട്ടർമാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഗ്രാമമേഖലകളിൽ. ചില വോട്ടർമാർ മരിച്ചുവെന്ന് തെറ്റായി കാണിച്ചിരിക്കുന്നു. അതുപോലെ മറ്റു ചിലർ സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. ഇത് അംഗീകരിച്ചാണ് പരാതികൾ അറിയിക്കാൻ 2 ആഴ്ച കൂടി സമയം സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിൽ അർഹരായ മുഴുവൻ പേരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ഫീസടക്കാതെ തന്നെ ലഭ്യമാകാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്.
അതുപോലെ ഹിയറിംഗ് കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ വോളണ്ടിയർമാരുടെ സേവനവും മതിയായ ഹിയറിംഗ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉണ്ടാകും. കെ സ്മാർട്ട് വഴി ലഭ്യമാകേണ്ട സർട്ടിഫിക്കറ്റുകൾക്ക് കാലതാമസം നേരിടുകയാണെങ്കിൽ അത് നേരിട്ട് പഞ്ചായത്ത് മുഖേന ലഭ്യമാക്കും. അതുപോലെ അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർഹരായ എല്ലാവർക്കും സമ്മതിദാനാവകാശം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വില്ലേജ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. ഒക്ടോബറിൽ SIR നടപടി തുടങ്ങിയപ്പോൾ പട്ടികയിലുണ്ടായിരുന്നവർ 2,78,59,855 പേരാണെങ്കിൽ കരട് പട്ടികയിൽ ഉള്ളത് 2,52,86,966 പേരാണ്. കരട് പട്ടികയിൽ ഉണ്ടെങ്കിലും 2002 പട്ടികയുമായി മാപ്പിംഗ് നടത്താനാകാത്തവർക്ക് തെളിവ് ഹാജരാക്കാൻ നോട്ടീസ് നൽകും. ബോധ്യപ്പെട്ടാൽ മാത്രം നിലനിർത്തും, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടും.